نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുഅ്മിനൂനിലൂടെ സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശ്വാസികളായ ആളുകളുടെ മൂന്നാമത്തെ സ്വഭാവമായി ഖുർആൻ പറഞ്ഞ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് കൃത്യമായി നൽകുന്നവരാകുന്നു എന്ന ഭാഗമാണ് ഇന്ന് സംസാരിക്കേണ്ടത്. സകാത്തുമായി ബന്ധപ്പെട്ട കാര്യം പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികമായി ചിലവഴിക്കുന്ന ഭാഗത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ സമ്പത്ത് ചിലവഴിക്കുന്നതിൽ രണ്ടു തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഞാനും നിങ്ങളുമടക്കം രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് അള്ളാഹു നൽകിയ സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവുക. ഒന്ന്, വിജയിച്ച് മൺമറഞ്ഞു പോകുന്നവർ. രണ്ട്, വിഡ്ഢികളായി ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു പോകുന്നവർ. ഈ രണ്ട് വിഭാഗമാണ് നമ്മളും ആവുകയുള്ളൂ. എന്താണ് ചിലവഴിക്കുന്നിടത്ത് വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ? അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കുന്നതോടൊപ്പം തന്നെ അവനവന്റെ പാരത്രിക വിജയത്തിന് വേണ്ടി ചിലവഴിച്ച് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി മൺമറഞ്ഞു പോകുന്നവർ. അവരാണ് അൽ ഫായിസൂൻ, വിജയിച്ചവർ. ആരാണ് വിഡ്ഢിയായവർ? അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവനവനും കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കുകയും എന്നാൽ അതിനിടയിൽ സ്വന്തം പരലോകത്തിന് വേണ്ടി ചിലവഴിക്കാൻ മടി കാണിക്കുകയോ മറക്കുകയോ അശ്രദ്ധമായി പോവുകയോ ചെയ്ത് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നവർ. അവരാണ് ജാഹിലുകളായവർ അഥവാ വിഡ്ഢികളായ ആളുകൾ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്ത് ചിലവഴിക്കുന്ന വിഷയത്തിൽ സ്വർഗ്ഗം ലഭ്യമാകുന്ന ഒരാളിൽ എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു കൃത്യമായി ഒരൊറ്റ ആയത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം. ഒരു വക്ത് നിസ്കരിച്ചത് കൊണ്ട് അയാൾ സ്വർഗാവകാശിയാകുമോ? നമ്മളെല്ലാവരും പറയില്ല. എന്തുകൊണ്ടാണ്?
നിസ്കരിക്കണം എന്ന് അല്ല പറഞ്ഞിട്ട് പറഞ്ഞു 5 വക്ത് നിസ്കരിക്കണം കേട്ടോ. 5 വക്ത് നിസ്കരിക്കുന്ന അതേ നമ്മൾ എന്തുകൊണ്ടാണ് ഖുർആൻ ഓതുന്നത്? അല്ല പറഞ്ഞു 5 വക്ത് നിസ്കാരത്തിന്റെ കൂടെ സ്വർഗം ലഭിക്കുന്നതിന് ഖുർആൻ പാരായണം ചെയ്യണം കേട്ടോ. ആ ഖുർആൻ പാരായണം ചെയ്യുന്ന നിസ്കരിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ജുമഅക്ക് പള്ളിയിൽ വരുന്നത്? അല്ല പറഞ്ഞു നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്റുകളും ദുആകളും ചെയ്യുകയും ഒക്കെ ചെയ്യും നമ്മൾ വെള്ളിയാഴ്ച ജുമഅക്ക് പങ്കെടുക്കണം. അള്ളാഹു സ്വർഗം ലഭ്യമാകുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് എണ്ണി എണ്ണി അള്ളാഹു പറഞ്ഞു തരികയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളോട് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം എന്ന് പറഞ്ഞ അതുപോലെ നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ സ്വർഗം ലഭ്യമാകുന്നതിന് നിങ്ങൾ ഏതൊക്കെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് അള്ളാഹ് ശരിയായി വ്യക്തമായി നമ്മൾക്ക് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അതിപ്രകാരമാണ്. സൂറത്തു ഖസസ് 28-ാമത്തെ അധ്യായം 77-ാമത്തെ ആയത്ത്. ഇതാണ് നമ്മുടെ സാമ്പത്തികമായി ചിലവഴിക്കുന്നിടത്ത് നമ്മൾക്കുള്ള മാനദണ്ഡം. ഇതാണ് അള്ളാഹുവിന്റെ വാക്ക്. വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. വബ്തഗി നമ്മളുള്ള നിർദ്ദേശമാണ്. വബ്തഗി വിശ്വാസികളെ, നമ്മൾ നേടിയെടുക്കണം, നമ്മൾ കരസ്ഥമാക്കണം. ഫീമാ ആതാകല്ലാഹു, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നമ്മൾ ചിലവഴിച്ച് കരസ്ഥമാക്കണം. എന്ത്? ഒന്ന് അദ്ദാറൽ ആഖിറ, അവനവന്റെ പരലോക വിജയം. ശരിക്കും നമ്മൾ കാതുകൂർപ്പിച്ച് കേൾക്കണം കേട്ടോ. അള്ളാഹു നമ്മളോട് പറയാണ്, നമുക്ക് തന്ന വരുമാനം കൊണ്ട് വിശ്വാസികളെ നിങ്ങൾ അവനവന്റെ പരലോകത്ത് സ്വർഗം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. അതിന്റെ അർത്ഥം വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവില് ഒന്നും ചെയ്യണ്ട, വീടുണ്ടാക്കണ്ട, കുടുംബത്തെ പഠിപ്പിക്കണ്ട, ഡ്രസ്സ് വാങ്ങണ്ട, യാത്ര പോകണ്ട, ഭക്ഷണം കഴിക്കണ്ട, ഒന്നുമല്ല. അതല്ല പറഞ്ഞിട്ടില്ല. അല്ല വീണ്ടും പറയാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ വഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു നമ്മൾക്ക് ഏറ്റവും നല്ല വരുമാനമാണ് നൽകിയത്. അതുപോലെ അള്ളാഹുവിന്റെ പക്കൽ അവന്റെ മാർഗത്തിൽ ചിലവഴിച്ച് ഏറ്റവും നല്ല സ്വർഗം വാങ്ങുകയും ചെയ്യണം കേട്ടോ, അതേ സമ്പത്ത് കൊണ്ട്. സഹോദരങ്ങളെ, ഇതാണ് മാനദണ്ഡം. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അല്ല പറയുന്ന വാചകം, എനിക്ക് സ്വർഗം ലഭിക്കുവാൻ എന്റെ സമ്പത്ത് 2 മാർഗങ്ങളിൽ പോകുന്നുണ്ടോ എന്നാണ് അല്ല നോക്കുന്നത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ, ഒരു അധ്യാപകൻ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന ഒരു സഹോദരി, ഏതൊരു വരുമാനമുള്ള ആളോടും അള്ളാഹുവിന്റെ വാക്ക്, നിങ്ങളുടെ സമ്പത്ത് 2 ഭാഗമുണ്ട്. അത് ഒന്ന്, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കണം. അതിൽ മക്കളുണ്ട്, വീടുണ്ട്, കല്യാണമുണ്ട്, വേഷമുണ്ട്, പഠനമുണ്ട്, യാത്രകളൊക്കെയുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയുണ്ട്. എന്നാൽ അവിടെ മതിയോ? അല്ല. അള്ളാഹുവിന്റെ വാക്ക് വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ, മറ്റൊരു ആ സമ്പത്തിന്റെ എത്രയാണോ തന്നത് ആ സമ്പത്തിൽ അവനവന് കിട്ടിയതിന്റെ ഒരു ഭാഗം അവനവന്റെ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി കൂടി നമ്മൾ ചിലവഴിക്കണം കേട്ടോ. ഇത് ചിലവഴിച്ച് 2 ഭാഗവും നോക്കി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ് വിജയിച്ചവർ. ആരാണ് പരാജയപ്പെട്ടവർ? അവനവൻ അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഒരു ഭാഗം മാത്രം നോക്കി അവനവന്റെ കുടുംബവും അവനവന്റെ ആഗ്രഹങ്ങളും എല്ലാം നോക്കി പരലോകത്തിന് വേണ്ടിയും അതിന്റെ വിജയത്തിന് വേണ്ടിയും അധ്വാനിക്കാൻ മറയ്ക്കുകയോ പിശുക്ക് കാണിക്കുകയോ അശ്രദ്ധമായി പോവുകയോ ചെയ്ത് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ് പരാജയപ്പെട്ടവർ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾക്കറിയാമല്ലോ അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ് ഈ സമ്പത്ത്. എന്നാൽ ഈ സമ്പത്ത് തന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏത് അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാലും ഇങ്ങനെ കുറെ പരാമർശങ്ങൾ അള്ളാഹു പറയുന്നതായിട്ട് കാണാം. അൻഫിഖൂ ഫീ സബീലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കണമേ. അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കണമേ. വആത്തുൽ മാല അലാ ഹഖ്ഖിഹി, പടച്ചോന്നെന്ന പൈസ കൊണ്ട് അല്ല പറഞ്ഞ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണമേ. വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കണം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണവർ. സഹോദരങ്ങളെ, എന്തിനാണ് ആവർത്തിച്ചാവർത്തിച്ച് ഖുർആനിൽ പണം തന്ന നമ്മളോട് അല്ല പറഞ്ഞത്? അവർ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണ്, അവർ പടച്ചോന്റെ മാർഗത്തിൽ ചിലവഴിക്കും.
അവർക്ക് അല്ലാഹു നൽകിയ അനന്തര സ്വത്തിൽ നിന്നവർ പടച്ചോ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. വിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കണം, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് എന്തിനാണ് പറഞ്ഞത്? സമ്പത്തിന് രണ്ടു ഭാഗമുണ്ട് എന്നും അതിൽ ഒന്ന് നമ്മുടെ കാര്യങ്ങൾ, ഈ ദുനിയാവിന്റെ കാര്യം നോക്കുവാനാണെന്നും, രണ്ടാമത്തേത് അതേ നമ്മുടെ കാര്യം, പരലോകത്തിന്റെ കാര്യം നോക്കുവാനാണ് എന്നും നമ്മളെ ബോധ്യപ്പെടുത്താനാണ് പരിശുദ്ധ ഖുർആൻ ഇതേ വാക്ക് പറഞ്ഞെന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ നമ്മൾക്ക് പറഞ്ഞു തരാൻ, ബോധ്യപ്പെടുത്തി തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന കാര്യങ്ങൾ എന്താണ്. ആ മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന ദാനധർമ്മത്തിന്റെ പ്രതിഫലമായി പടച്ചവനും പ്രവാചകനും നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ, നമ്മളോട് ചോദിക്കാൻ, നമ്മൾ നല്ല മരണമാണോ ആഗ്രഹിക്കുന്നത്? പ്രവാചകന്റെ ചോദ്യം, നമ്മൾ നല്ല മരണമാണോ ആഗ്രഹിക്കുന്നത്? ഏറ്റവും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഇന്ന സ്വദഖത്ത് ലതുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മൈതതസു. വിശ്വാസികളെ, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ചു വന്ന പാപങ്ങൾ, അതുവഴി അള്ളാഹുവിന് നമ്മളോടുണ്ടായിട്ടുള്ള അനിഷ്ടം അള്ളാഹു മാറ്റിവെക്കും. കഴിഞ്ഞില്ല, വതദ്ഫഉ മൈതതസു, മോശപ്പെട്ട അവസ്ഥയിൽ പടച്ചോനിഷ്ടല്ലാതെ കുഫറിലോ ശിർക്കിലോ ആയി മരണപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും അള്ളാഹു നമ്മളെ മാറ്റും. ഏതുവഴി? പടച്ചോൻ മാർഗത്തിൽ അവനവന്റെ കുടുംബത്തിനും അവനവന്റെ വ്യക്തിപരമായ ആവശ്യത്തിനും ദുനിയാവിന് വേണ്ടി ചിലവഴിക്കുന്നത് പോലെ അവനവന്റെ പാരത്രിക വിജയത്തിന് വേണ്ടി ചെലവഴിക്കുന്നവന് പടച്ചവൻ അയാളോട് ഇഷ്ടമുണ്ടാവുകയും അയാൾക്ക് നല്ല മരണം, അള്ളാഹു തൗഹീദോടുകൂടി മരിക്കുവാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും. വീണ്ടും പ്രവാചകൻ ചോദിക്കാൻ, നമ്മൾ ആഗ്രഹിക്കുന്നത് ഖബറിലെ വെളിച്ചമാണോ? നമ്മൾ ആഗ്രഹിക്കുന്നത് ഞെരുക്കമില്ലാത്തൊരു ജീവിതമാണോ? പ്രവാചകൻ വീണ്ടും പഠിപ്പിക്കാൻ, ഇന്ന സ്വദഖ ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. ഖബറിന്റെ ചൂടുണ്ടല്ലോ, ഇടുക്കമുണ്ടല്ലോ, ഭയാനകതയുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമോ? അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് പടച്ചോ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണിത്. അള്ളാഹുവിന്റെ പ്രവാചകൻ വീണ്ടും ചോദിക്കാൻ, നിങ്ങൾക്ക് അർശിന്റെ തണൽ വേണമോ? പ്രവാചകൻ പറഞ്ഞു, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ സ്വതക്ക ചെയ്താൽ മതി, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ കിട്ടും. വീണ്ടും പ്രവാചകൻ ചോദിക്കാൻ, നമ്മൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുപാട് ബാബുകൾ, വാതിലുകൾ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഒരു ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുമ്പോൾ, എല്ലാ വാതിലുകളിലൂടെയും പ്രവാചകനും പല സഹാബാക്കളും പ്രവേശിക്കുമ്പോൾ അതിൽ ഒരു വാതിൽ നമ്മുടെ പേരിൽ അള്ളാഹു രജിസ്റ്റർ ചെയ്തു തരണമോ? നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത്, അതേ പടച്ചോനെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പ്രവാചകന്റെ വാക്ക്, മൻ കാന മിൻ അഹ്ലി സ്വദഖ, ആരെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താൽ ദുഇയ, അവനെ വിളിക്കും. കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ വെച്ച് നമ്മുടെ വല്യാപ്പയും നമ്മുടെ വല്യമ്മയും നമ്മുടെ പേരക്കുട്ടിയും നമ്മുടെ കുടുംബക്കാരും നാട്ടുകാർക്കിടയിൽ അള്ളാഹു പേരെടുത്ത് വിളിക്കും. അബ്ദുറഹ്മാൻ എവിടെ? ഇന്നാലിന്ന മകൻ, ഇന്ന കുടുംബത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ എവിടെ? ഫാത്തിമ എവിടെ? ഇന്നാലിന്ന വ്യക്തി എവിടെ? എന്നിട്ട് വദുഇയ മിൻ ബാബി സ്വദഖ, എന്നിട്ട് അവനോട് പറയും, അള്ളാഹുവിന് പ്രിയപ്പെട്ട ബാബു സ്വദഖയുടെ വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. സഹോദരങ്ങളെ, ഇതെന്തിനാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗം, നമ്മൾ ആഗ്രഹിക്കുന്ന നരകമോചനം, നമ്മൾ ആഗ്രഹിക്കുന്ന പരലോകത്തെ രക്ഷ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷ, നമ്മൾ ആഗ്രഹിക്കുന്ന അർശിന്റെ തണൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഖബർ ശിക്ഷയിൽ നിന്നുള്ള ഇളവ്, എല്ലാം അള്ളാഹു ഒരൊറ്റ നന്മയിൽ ഒളിപ്പിച്ചു വെച്ചു. ആ നന്മയുടെ പേരാണ് വൻഫിഖൂ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ ആവശ്യത്തിനും വേണ്ടി ചിലവഴിക്കുന്നത് പോലെ നമ്മുടെ പരലോകത്തിനും വേണ്ടി ചിലവഴിക്കണം എന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പരിശോധിക്കാൻ പറഞ്ഞൊരായത്തുണ്ട്. ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയ ആയത്താണ്. പക്ഷെ ആയത്തിന്റെ ഗാംഭീര്യം എത്രമാത്രമാണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കൂ. ഖുർആന്റെ വാക്കാട്ടോ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അപ്പൊ നമ്മളെ വിളിക്കാൻ നമ്മൾ ചെവി കൂർത്ത് കേൾക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക്, ഫൽതൻദുറു നഫ്സുൻ, ഓരോരുത്തരും ആലോചിക്കട്ടെ, വ്യക്തിപരമായി ആലോചിക്കട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, അവനവന് പരലോകത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന്
ഓരോരുത്തരാലോചിക്കട്ടെ, കൂട്ടം കൂട്ടമായി ആലോചിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് നമ്മൾ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ വ്യക്തിപരമായി അള്ളാഹു നമ്മൾക്ക് തന്ന സമ്പത്ത് കൊണ്ട് ഭാര്യയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മക്കൾക്ക് നമ്മൾ കല്യാണവും വിദ്യാഭ്യാസവും വസ്ത്രവുമായി നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇക്കാക്കാക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്, നമ്മൾ അനിയന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ജേട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട്, നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറയാൻ അതൊക്കെ നല്ലതാണ്. ആ കൂട്ടത്തിൽ അവനവന്റെ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് മരിക്കണീന്റെ മുന്നേ ആലോചിക്കണട്ടോ. അള്ളാഹു ഒരുക്കി വെച്ച മീസാനിൽ കനം തൂങ്ങാൻ സ്വതക്ക കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ആലോചിക്കണം കേട്ടോ. ഖബർ ശിക്ഷയിൽ നിന്ന്, അവിടുത്തെ ചൂടിൽ നിന്ന് തണുപ്പേകുന്ന സ്വതക്ക അവിടെ നമ്മൾക്ക് ലഭിക്കാൻ, പുണ്യം ലഭിക്കാൻ അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു എന്ന് മരിക്കണീന്റെ മുന്നേ ആലോചിക്കണം കേട്ടോ. അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ നമ്മൾ പെടാൻ നമ്മൾ എന്തു ചെയ്തു എന്ന് ആലോചിക്കണം കേട്ടോ. സഹോദരങ്ങളെ, ഈ ആലോചന പള്ളികളിൽ നിന്ന് പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ സാധുക്കളായ മനുഷ്യന്മാര് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴത്തേക്ക് ഇറങ്ങും. എന്നിട്ട് പറയും, ഇതാ കുറച്ച് മനുഷ്യന്മാര് വന്നിക്കണ്, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. പ്രവാചകന് ഹദിയയായി കിട്ടിയ, സമ്മാനമായി കിട്ടിയ കാരക്കയുടെ ഒരു പൊതി ഉണ്ടാവും, അല്ലെങ്കിൽ ഏതായാലും ദിർഹമോ ദീനാറോ ഉണ്ടാവും. പ്രവാചകൻ ആദ്യം മുന്നിൽ വെക്കും, ഇതാ ഞാൻ തുടങ്ങിട്ടോ. സഹോദരങ്ങളെ, സഹാബാക്കൾ വീട്ടിൽ പോകും, കാരക്കകൾ കൊണ്ടുവരും, അന്നത്തെ ഉണ്ടായിരുന്നവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരും. ചില ആളുകൾ ദീനാറുകൾ കൊണ്ടുവരും, ചില ആളുകൾ ഇരുമ്പിന്റെ മോതിരം കൊണ്ടുവരും, ചില ആളുകൾ ഷാള് കൊണ്ടുവരും. അവർക്ക് എന്താണുള്ളത് അവർ കൊണ്ടുവരും. ആരാണിവർ? പട്ടിണി കൊണ്ട് കല്ലുകൾ വയറ്റിൽ കെട്ടിവെച്ച് തബൂക്കിന്റെ യുദ്ധത്തിൽ കിടങ്ങു കുടിച്ചവരെ കുറിച്ചാ പറയുന്നത്. ഭക്ഷണം കഴിച്ച് എന്നെ പോലെ നിങ്ങളെപ്പോലെ അറ്റാക്കിന്റെ ഗുളികയുമായി നടക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടല്ല പറയണത്. പട്ടിണി കിടക്കുന്ന ആളുകൾ പള്ളിയിൽ കൊണ്ടുപോയതിനെ കുറിച്ചാ പറയണത്. അവനവന്റെ നമസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുവാൻ, റുക്കൂഇൽ നിന്ന് സുജൂദിലേക്ക് പോകുവാൻ, ജീവിതത്തിൽ റുക്കൂഇൽ നിന്ന് നേരെ അറിയാതെ നിൽക്കാൻ പോലും കഴിയാതെ, കാലിന് ശേഷിയില്ലാതെ സുജൂദിലേക്ക് നെറ്റിത്തടവുമായി നേരിട്ട് അവിടേക്ക് വീണ് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം പട്ടിണി കിടന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്, നമ്മളെ കുറിച്ചല്ല. അവരാണ് ഈ ആയത്ത് പ്രകാരം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നത്. അവിടെയാണ് ത്വൽഹാ റളിയല്ലാഹു അൻഹു ബൈറുവാഴ തോട്ടം കൊടുത്തത്. പ്രവാചകരെ, എനിക്കുള്ള സമ്പത്ത് ഇതാണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, അതോടൊപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ തോട്ടം ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ കാരണം പടച്ചോന്റെ മാർഗത്തിൽ എന്താണ് ചെയ്തത് എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു സമ്പത്ത് വേണം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത്? ആ വാടക കെട്ടിടം അവളുടെ പേരിലാണ്. എന്റെ കുട്ടിയാക്കെന്ത്? +2 വരെ, ഡിഗ്രി വരെ, MBBS വരെ, എഞ്ചിനീയറിംഗ് വരെ ഞാനാണ് അവരെ പഠിപ്പിച്ചത്. എന്റെ പേരക്കുട്ടികൾക്ക് ഞാനിതാ കുറച്ചു ഭാഗത്ത് കണ്ടച്ചു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഞാനാക്കിയിട്ടുണ്ട്. അല്ലാഹു ചോദിക്കാൻ, മഹ്മൂദേ, അബ്ദുറഹ്മാനെ, മരിച്ചതിന് ശേഷം ഖബറിലും പരലോകത്തും ഉണ്ടാകുമല്ലോ, അവിടെ അല്ലാഹു ചോദിക്കും, നീ നിനക്ക് വേണ്ടി എന്തുണ്ടായി? 2 നിലക്കെട്ടിടം സ്വർഗത്തിലും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അത് ലഭിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ അത് കിട്ടാൻ അള്ളാന്റെ മാർഗത്തിൽ എന്തു കൊടുത്തു? സ്വർഗത്തിലുണ്ടായിരുന്നു കെൻസ്, നിധി, അള്ളാഹു നൽകുന്ന ഉന്നതമായ സ്ഥാനം, കിരീടം, അത് ലഭിക്കാൻ നീ എന്താണ് ചെയ്തത്? സ്വർഗത്തിലുണ്ടായിരുന്നു സൂഖ്, അങ്ങാടി, അവിടെ ആ അങ്ങാടിയുടെ ഏറ്റവും നല്ല നടുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു സ്ഥലവും വീടും ലഭിക്കാൻ നീ നിന്റെ സ്വർഗത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. അവിടെ ശൈത്വാനിന്റെ അടിമകളായി മാറിയവരാണ് വിഡ്ഢികൾ എന്ന് പറയുന്നത്. ശൈത്വാൻ എന്താ നമ്മൾ ചെയ്തറിയോ? അത് പരിശുദ്ധ ഖുർആൻ ശരിക്കിങ്ങനെ വരച്ച് കാണിക്കാൻ, പരിശുദ്ധ ഖുർആൻ ശരിക്ക് വരച്ച് കാണിക്കാൻ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പം പ്രവാചകന്റെ ഹദീസ് എന്താ അറിയോ? നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു ഖുത്ബ കേട്ട്, ഒരു ക്ലാസ് കേട്ട്, പടച്ചോ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുമ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ശൈത്വാനും അവന്റെ 70 അനുയായികളും അവന്റെ ചുറ്റും വലയം ചെയ്ത് നിൽക്കും. എന്നിട്ട് അവനോട് പറയും, കൊടുക്കണ്ട, കൊടുക്കണ്ട, കൊടുക്കണ്ട. എന്തേ പ്രവാചകരെ കാര്യം? പ്രവാചകൻ പഠിപ്പിക്കാൻ 4-5 കാര്യങ്ങൾ ശൈത്താൻ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും.
വലിച്ചുകൊണ്ടേയിരിക്കും, കൊടുക്കണ്ട എന്ന് പറയും. ഇതിലൊന്നെന്താ പറഞ്ഞറിയോ? അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ. ശൈത്താൻ പറയും, എടാ കൊടുത്താ കുറയിട്ടോ, പട്ടിണിയാവട്ടോ, കുറച്ചു മുന്നേ വന്ന പോലെ എന്തെങ്കിലും സാമ്പത്തികമായ പ്രയാസം വന്നാൽ പിന്നെ ആരും ഉണ്ടാവില്ലട്ടോ, ഒറ്റപ്പെടുട്ടോ, കൊടുത്താൽ കുറയും കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടോ. എന്നാൽ പ്രവാചകന്റെ വാക്ക് സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ഉഖ്സിമു അലൈഹിൻ, അവരെ കുറിച്ച് അല്ലാഹു ഇദാ എന്നോട് സത്യം ചെയ്ത് പറയാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാ നഖസത്തു സദഖത്തിൻ മിൻ മാലിൻ, സദഖ കൊടുക്കുന്ന ഒരാളുടെ സമ്പത്തുനിന്നും 1 ഉറുപ്യ പോലും അല്ലാഹു കുറക്കൂല. ഒരാൾ 1 ലക്ഷം കൊടുത്തു, 1 സെന്റ് കൊടുത്തു, 1 പവൻ കൊടുത്തു, അയാളുടെ കയ്യിലുള്ള സമ്പത്ത് കൊടുത്തു. ആ പണത്തിന് ആവശ്യമുള്ള സമയത്ത് പടച്ചവൻ അതിന് പരിഹാരം അവന് നൽകും എന്നത് പ്രവാചകന് പടച്ചവൻ കൊടുത്ത 3 കരാറിൽ ഒന്നാണ്. എന്താ നബിനോട് പറഞ്ഞറിയോ? മദീന പള്ളിയുടെ മിമ്പറിൽ കയറി മുഹമ്മദ് നബി എന്നിട്ട് പറയും മുസ്ലിമീങ്ങളോട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് 100 റുപ്യ കൊടുത്താൽ 100 റുപ്യ പോവുകയല്ല, അവന് 70,000 റുപ്യ കിട്ടുകയാണ് എന്ന് പഠിപ്പിക്കണം. ഇത് അള്ളാഹുവിന്റെ കരാറാണ്. അത് നബി പഠിപ്പിച്ച നമ്മുടെ മനസ്സിലാണ്. കൊടുക്കാൻ നേരത്ത് ശൈത്താൻ കൊടുത്താ കുറയില്ലേ, സ്ത്രീകൾ ആ ഭാഗത്ത് ഇങ്ങനെ വരട്ടോ, ഇക്കാക്ക് എന്തെങ്കിലും 1000 റുപ്യ കൊടുക്കാൻ നേരത്ത് നോക്കി, നിങ്ങളെ മൂത്ത കുട്ടിക്ക് 9ാം ക്ലാസ് ആണ്, രണ്ടാമത്തെ കുട്ടി 7ാം ക്ലാസ് ആണ്, നിങ്ങൾ പള്ളിക്കും മദ്രസക്കും ബാക്കിളിനെ കൊടുത്താ കെട്ടിക്കാൻ നേരത്ത് ആരും ഉണ്ടാവില്ല, ആ സമയത്ത് തപ്പിപ്പിടിച്ച് നടക്കേണ്ടി വരും. ഈ വാക്ക് പ്രവാചകൻ പറഞ്ഞതിനെതിരാണ്. ശൈത്വാന്റെ അതേ കൂടെയാണ്, ശൈത്വാന്റെ അതേ കൂടെയാണ്. നിങ്ങളുടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ വിശ്വാസികളായ നമ്മളോട് പറയാൻ, 2 മലക്കുകൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹു ഇറക്കുന്നുണ്ട്. ആ 2 മലക്കുകളും പടച്ചോണ്ട് പ്രാർത്ഥിക്കാൻ. എന്ത്? അല്ലാഹുമ്മ, പടച്ചോനെ, അഅ്തി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യന് നാഥ വരുമാനം വർദ്ധിപ്പിക്കണമേ, ബർക്കത്ത് കൊടുക്കണമേ, കുടുംബജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമേ, കൊടുക്കാതിരിക്കണമേ. ആരുടെ പ്രാർത്ഥന? മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. ഉടനെ 2ാമത്തെ മലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, പടച്ചോനെ പൈസ ഉണ്ടായിട്ടും കുറയാലോ, പോകാണല്ലോ, ഒറ്റപ്പെടുമ്പോ ആരുമില്ലല്ലോ, ആരുന്നെ തിരിഞ്ഞോക്കാനല്ലോ, ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതാണല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാത്തവന് പടച്ചോനെ കുടുസത നൽകണമേ. എന്താ കുടുസത? പൈസ അവിടെ ഉണ്ടാകും, പക്ഷെ അത് ഉപകാരപ്പെടൂല. ബാപ്പ അവിടെ വീണടക്കുണ്ടാവും. വിളിച്ച് നമ്മൾ അറിഞ്ഞാൽ ഈ പൈസ കൊണ്ട് ആശുപത്രി ചെലവ് നടത്താൻ കഴിയും. പക്ഷേ അവിടെ നിന്ന് നമ്മളെ എത്തിക്കാൻ ഒരാൾക്കും ആ സമയത്ത് ഫോൺ നമ്പർ കിട്ടൂല. ആരെ വാപ്യാന്നറിയില്ല. ആശുപത്രി എത്തി അരമണിക്കൂർ രക്തം ഛർദിച്ച് ഉപ്പ മരിച്ച് അവസാനം വിവരമറിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഡോക്ടറെ മുന്നിൽ നമ്മൾ പറയും, നോക്കിൻ ബാപ്പാനെ രക്ഷപ്പെടുത്താൻ ഇന്റെ കയ്യിലുള്ള 5 കോടി ഞാൻ തരാ, നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തോ. ആ സമയത്ത് ഡോക്ടർ പറയും, അരമണിക്കൂർ മുമ്പ് എത്തിക്കണമെങ്കിൽ രക്ഷപ്പെടുത്തേരുന്നല്ലടാ. എന്താ പറ്റിയത്? ഓർമ്മ വരും, പടച്ചോന്റെ വാക്ക് ഓർമ്മ വരും. 5 ലക്ഷം 5 കോടി കടലാസിന്റെ പൈസയിലെ, ബാപ്പാനെ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത പൈസയിലെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയാണ്, പടച്ചോനെ ഉണ്ടായിട്ട് കൊടുക്കാത്തോനെ എടങ്ങേറും പ്രയാസം ഉണ്ടാക്കണമേ. അതുകൊണ്ട് ആദ്യ വിഷയത്ത ഉണ്ടാക്കുന്ന അറിയോ? കൊടുത്താ കുറയും. നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പടച്ചോൻ ഭാഗത്തല്ല നിൽക്കുന്നത്, അല്ല ശൈത്വാന്റെ ഭാഗത്താണ്. ആ ശൈത്വാന്റെ ഭാഗത്ത് നിൽക്കുന്തോറും പൈസ കച്ചവടത്തിലുണ്ടായാലും അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കുടുംബജീവൻ നന്നാകണമെന്നില്ല. നമ്മുടെ വീട്ടിൽ ഏസിട്ടാലും ആ വീട്ടിലെ ചർച്ചകൾ കൊണ്ട്, ആ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ദയർത്തിങ്ങനെ ഒലിക്കുണ്ടാകും. നമ്മൾ 24 ലക്ഷത്തിന്റെ കാറ് വാങ്ങിയാലും സ്വസ്ഥതയിൽ ആ കുടുംബത്തിൽ ഒരു യാത്ര ഉണ്ടാവില്ല, പൈസ ഉണ്ടാകും. എന്തേ കാരണം? മലക്കുകൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമുക്കെതിരെ. അതിൽ കുടുങ്ങരുത്. 2ാമത്തെ ശൈത്താൻ എന്താ അറിയോ? ഇതുമ്മലാണ് സഹോദരിമാരടക്കം ഏറ്റവും കൂടുതൽ ഉണ്ടാകല്. എന്താണെന്നറിയോ? പൈസ ഞാൻ പടച്ചോ മാർഗത്തിൽ ചെലവഴിച്ചാൽ എന്റെ അനന്തരാവകാശികൾക്കും മക്കൾക്കൊന്നും പിന്നീട് ജീവിക്കാനുണ്ടാകൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഇത്
പറഞ്ഞ ആളുകളെ വിളിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിന്ന് പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം കേട്ടോ, അയ്യുക്കും നമ്മളിൽ ആരുണ്ട് മാലു വാരിഥിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി, സ്വന്തം പൈസനേക്കാൾ കൂടുതൽ അനന്തരാവകാശികൾക്ക് പൈസ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവനാന്റെ അക്കൗണ്ടിനേക്കാൾ, അവനാന്റെ കീശയിൽ വന്ന് പൈസ നിറയുന്നതിനേക്കാൾ, അവനാന്റെ ബിസിനസ്സിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ, അവനാന്റെ കുടുംബത്തിൽ അവനവന് പൈസ കൂടുതൽ കിട്ടുന്നതിനേക്കാൾ അനന്തരാവകാശികൾ അകന്നുപോയ അനന്തരാവകാശികൾക്ക് വരെ ഇന്നേക്കാൾ പൈസ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണോലാണോ? സഹാബാക്കൾ പറഞ്ഞു, അല്ല നബി, ആരും അങ്ങനെ ആഗ്രഹിക്കൂല, സ്വന്തം പൈസ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഉറപ്പാണ്. എങ്കിൽ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ? ഖാല ഫഇന്ന മാലഹു മാ ഖദ്ദം, അന്റെ പൈസ എന്ന് പറയണമെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചതേ ഉള്ളൂ. അടുത്ത വാക്കെന്തറിയോ? വമാലു വാരിഥിഹി മാ അഖർ, നീ ചിലവഴിക്കാതെ ഇട്ടേച്ചു പോകുന്നത് അനന്തരാവകാശികളുടെ പണമാണ്. ഒന്നുകൂടി ആ വാക്കൊന്ന് ചേർത്ത് ചോക്കിൻ. ഉപേക്ഷിക്കുന്ന പൈസയാണോ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് സ്വന്തമാക്കുന്ന പൈസയാണോ നമ്മുടെ സമ്പത്തിൽ കൂടുതൽ? അനന്തരാവകാശികൾ ആ പണം കൊണ്ട് അവർ തമ്മിൽ അടിപിടി കൂടി, ജേട്ടനും അനിയനും തമ്മിൽ തെറ്റി, സ്വത്ത് തർക്കം, സ്വത്ത് പോലും വീതം വെക്കാതെ 20 കൊല്ലം നടന്ന് കോടതികളിൽ പോയി കല്യാണത്തിന് ക്ഷണിക്കൂല, സൽക്കാരത്തിന് ക്ഷണിക്കൂല, മുഖത്തടിച്ച് കാർക്കിച്ചു തുപ്പി പേരക്കുട്ടികൾ പോലും അകലുന്ന രൂപത്തിൽ നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ട് അവർ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ചിലവഴിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നു. ആലോചിച്ചു നോക്കിൻ. ആ സമയത്ത് എന്താ ആലോചിക്കാൻ? നബിന്റെ ചോദ്യം. അവനാന്റെ പൈസ അവനവന്റെ സ്വർഗത്തിനും നരകമോചനത്തിനും ഉപകാരപ്പെട്ടില്ല എന്ന് മാത്രല്ല, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിച്ചത്, അവർ അതുകൊണ്ട് ഈ ദുനിയാവിൽ കേസും അടിയും കച്ചറയും. എത്ര കുടുംബം കൂട്ടരെ, എത്ര കുടുംബം. എനിക്ക് ഇന്നോർമ്മയുണ്ട്, ഇങ്ങനെ നിൽക്കിനോടുന്ന് ജേട്ടൻ അനിയന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. 1 സെന്റിന്റെ പ്രശ്നമാണ്, ഒറ്റ സെന്റ്. പെങ്ങള് തടുക്കാൻ വേണ്ടി വന്നു, പെങ്ങളുടെ മഫ്ത കൂട്ടിയിട്ട് ചുമരുമക്കളെ കുത്തി. എന്തിനത് ചെയ്യണത്? തടുത്തിട്ട്. അല്ല, ഏട്ടനോടാണ് അവന്റെ വർത്താനം, അഞ്ചനോടാണ് അവന്റെ വർത്താനം. അദ്ദേഹത്തിന്റെ ഉപ്പയൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടില്, ഏക്കറക്കണക്കിന് സ്ഥലം ആളുകൾ ദീനിന്റെ കാര്യത്തിന് ചോദിച്ചിട്ട് പോലും കൊടുക്കാതെ ഈ ദുനിയാവെന്ന് ഉണ്ടാക്കി മരിച്ചതാണ്. മക്കൾ അടികൂടി 10 കൊല്ലായിട്ട് ഇന്നും തീരുമാനമായിട്ടില്ല. എത്ര കുടുംബസങ്ങളെ ഉമ്മേ മക്കളോട് മരിക്കുന്നതിന് മുന്നേ പറഞ്ഞതാണ്, നിങ്ങൾ സ്വത്തോഹരി വെക്കുമ്പം ഇത്ര ലക്ഷം രൂപയുടെ പൈസ പടച്ചോ മാർഗത്തിൽ കൊടുക്കണട്ടോ. സ്വത്തോഹരി വെക്കുമെന്ന് പറഞ്ഞല്ലോ. 14 കൊല്ലായി മൂത്ത 2 മക്കൾ മരിച്ചു. ഇപ്പോഴും സ്വത്തോഹരി വെച്ചിട്ടുള്ള കച്ചറ കൂടിയിട്ട് ഉമ്മ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിക്കണമെങ്കിൽ ഇത് ഓഹരി വെക്കണ്ടേ? ഓഹരി വെക്കാൻ പോലും കഴിയാത്ത വിധം തമ്മിലടിച്ച് കോടതിയിൽ പോയി കേസുമായി ബന്ധങ്ങൾ വശലായി ജീവിക്കുമ്പം സഹോദരങ്ങളെ, അത് പടച്ചോ മാർഗത്തിൽ നമ്മൾക്ക് ആയുസുണ്ടായിരുന്ന കാലഘട്ടത്ത് ചെലവഴിക്കാത്തതിന്റെ പേരിൽ ഖബറിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ നമ്മളെക്കാളും വലിയ വിഡ്ഢികൾ ആരാ കൂട്ടരെ? നമ്മളെക്കാളും വലിയ വിഡ്ഢിയാള്. ഇതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. 3ാമത്തെ ശൈത്താൻ ഉണ്ടാക്കുന്ന കാര്യം എന്താ അറിയോ? ഇന്റെ പൈസ ഇന്റത് ഉപകാരപ്പെടണ്ടേ, എനിക്ക് ഉപകാരപ്പെടണ്ടേ. നബി ഒരൊറ്റ സംഭവത്തിൽ നിന്ന് പഠിപ്പിച്ചെന്നു. ഒറ്റ സംഭവം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആടിനെ സമ്മാനമായിട്ട് കിട്ടിയ ആടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറുത്തു. എന്നിട്ട് അതിന്റെ മാംസങ്ങൾ നമ്മുടെ ഉമ്മ പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആയിഷ എല്ലാവർക്കും കൊടുക്കണട്ടോ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. നിസ്കാരം കഴിഞ്ഞ് പ്രവാചകന്റെ ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ആയിഷ എന്തായി എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വാഭാവികമായിട്ട് പറഞ്ഞു, മാ ബഖാ മിൻഹാ ഇല്ലാ കത്ഫിഹാ. പ്രവാചകരെ, തോളല് മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തിട്ടോ എന്ന് പറഞ്ഞു. പ്രവാചകൻ തിരുത്തുകയാണ്.
പ്രവാചകൻ നമ്മുടെ ഉമ്മാനെ തിരുത്താൻ, ആയിഷ ഇന്നു മുതൽ അങ്ങനെ പറയരുത്, മറിച്ച് ഖാല ബാഖിയ കുല്ലുഹാ ഗൈറ കത്ഫിഹാ, ആയിഷ തോളില് മാത്രമേ കൂലിയാകാത്തതുള്ളൂ, ബാക്കി മുഴുവൻ നമ്മൾക്ക് കിട്ടിയതാണ്. തോളല് നമ്മൾ കഴിക്കണതല്ലേ, അത് കഴിച്ചു പോകുന്നതാണ്. കൊടുത്തതാണ് കേട്ടോ നമ്മുടേത്, കൊടുത്തതാണ് കേട്ടോ നമ്മൾക്കുള്ളത്, കൊടുത്തതാണ് കേട്ടോ പരലോകത്തുള്ളത്, കൊടുത്തതാണ് കേട്ടോ ഖബറിലുള്ളത്, കൊടുത്തതാണ് കേട്ടോ മീസാനുള്ളത്, കൊടുത്തതാണ് കേട്ടോ നമ്മുടെ ഹൗദുൽ കൗസറിൽ നമ്മൾക്ക് വെള്ളമായി വരുന്നത്. ഈ ചിന്ത നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. നമ്മുടെ സമ്പത്തില് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ തന്നെ അവനവന്റെ പരലോകത്തിന് വേണ്ടി, അവിടെ സ്വർഗം കിട്ടാൻ, അവിടെ വീട് വെക്കാൻ, അവിടെ കെൻസ് നിധി ലഭിക്കാൻ, അവിടെ പ്രവാചകന്റെ കൂടെ എത്താൻ, അവിടെ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ, അവിടെ സഹാബാക്കളുടെ കൂടെ ജീവിക്കാൻ, അവിടെ അള്ളാഹ് ഒരുക്കിയ സുന്ദരമായ സ്വർഗത്തിൽ എത്തിപ്പെടാൻ, അവിടെ നമ്മൾക്ക് കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ, ആയുസ് തീരും മുമ്പ് നമുക്ക് തന്ന സമ്പത്ത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്ലാൻ ഉണ്ടാകണം, പദ്ധതി ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഒരു പക്ഷേ ആരും നമ്മളോട് പറയുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഇത് പറയാനുള്ളൊരു കാരണം. നമ്മൾക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകാൻ കഴിയണം. ഞാനിതൊരു ബോധപൂർവം പറയട്ടോ. എന്റെ സമ്പത്തിൽ ഞാൻ എന്നെക്കൊണ്ടാകണം, അത് ഓരോരുത്തർക്ക് അവനാനെ കിട്ടിയ സമ്പത്തിനെ കുറിച്ചാട്ടോ പറയണത്. അതിൽ നിന്ന് നമ്മളെ കുടുംബത്തിന് ഏകദേശം ഞാൻ ഇത്ര ചെലവഴിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ എന്റെ പരലോകത്തിന് വേണ്ടി ഞാൻ കുറച്ചൊക്കെ ചെയ്യണുണ്ട് എന്ന ബോധ്യമുണ്ടാകണം. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനമാണ് സ്വദഖത്തുൻ ജാരിയ. ഏറ്റവും പ്രധാനമാണ് സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ഞാനൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നു, വലിയ പുണ്യാണ്. എന്നാൽ അത് സ്വദഖത്തുൻ ജാരിയയുടെ അത്ര പുണ്യമല്ല. ഞാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്നു, കടം വീട്ടാൻ സഹായിക്കുന്നു, നല്ല പുണ്യമാണ്, പ്രതിഫലാർഹമാണ്, പടച്ചോന്റെ കാരുണ്യം ഉണ്ടാവും. പക്ഷെ അതിന്റെ മുകളിലാണ് സ്വദഖത്തുൻ ജാരിയ. ആ സ്വദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് സ്വർഗമായി നരകമോചനമായി അന്ത്യനാൾ വരെ തുടരുന്ന പുണ്യാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ മഹല്ലിൽ നമ്മൾ 3 പള്ളികൾ ഇൻഷാ അല്ലാഹ് ഒരു പുനഃക്രമീകരിക്കുകയാണ്. ഒന്ന് നമ്മുടെ ഈ പള്ളി, സ്ത്രീകളുടെ ഭാഗം, അടിഭാഗം മുകൾ ഭാഗം, സ്ത്രീകൾക്ക് നിസ്കരിക്കാനും വുളൂ ചെയ്യാനും ബാത്റൂമിനും 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനവും പണിയും തുടങ്ങി. പള്ളിയാണ്. 2 നമ്മുടെ അങ്ങാടിയിലെ ജമാൽ അങ്ങാടിയിലെ അവിടെയുള്ള ചെറിയ പള്ളി. നമുക്കറിയാം, നിങ്ങളാണ് ഈ അങ്ങാടിയിൽ നിസ്കരിക്കുന്നവർ. നിസ്കരിക്കാൻ പോലും പ്രയാസമുള്ള ഇടുക്കാൻ, ബാത്റൂമും ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും അള്ളാന്റെ വീടാണ് എന്നുള്ളതുകൊണ്ടും അത് പൂർത്തിയാക്കൽ ജീവിച്ചിരിക്കണം നമ്മുടെ ബാധ്യതയാണ് എന്നതുകൊണ്ടും സഹോദരങ്ങളെ അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് എടുക്കുകയാണ്. ബാത്റൂമും ശരിയാക്കണം, മിനിമം 50 ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. 3-മത്തെ നമ്മുടെ ചെറിയ പള്ളിയാണ്, ചോർച്ചുണ്ട്, അതും ശരിയാക്കണം, അടിയിൽ ടൈലിടണം. ഇൻഷാ അല്ലാഹ് ഏകദേശം കൂടിയാലോചിച്ചപ്പോൾ ഒരു 50 ലക്ഷത്തിൽ എറൗണ്ട് വരും എല്ലാ പണികൾ കൂടി കഴിയുമ്പം. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ അവർ 10 ലക്ഷത്തോളം അവർ സ്വന്തമായിട്ട് അതിൽ പണം എടുക്കാൻ തയ്യാറായി. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. സോ ഞാനടക്കാണ് പറയണത്, നമ്മളൊരു കുടുംബാണ്. നമ്മുടെ മഹല്ലിൽ നമ്മുടെ പള്ളികൾ നമ്മളൊരിക്കൽ പോലും പുറത്തോട്ട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നമ്മളുടെ ബാപ്പിയും നമ്മുടെ വല്യാപ്പാരും അവർ നമ്മളെ നോക്കുമ്പോഴും നമ്മളെ പഠിപ്പിക്കുമ്പോഴും അതിനിടയിൽ അവരുണ്ടാക്കിയ പള്ളിയും അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്.
ഇപ്പം അവരുടെ ചോര നമ്മളിലാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പം ചോരുന്നൊരു പള്ളി ഉണ്ടാകരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പം നിസ്കരിക്കാനൊരു പള്ളിയുണ്ട്, പക്ഷേ ബാത്റൂമും നിസ്കരിക്കാൻ അവിടെ ഇട്ടായതുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കാൻ അപ്പുറത്തൊരു പള്ളിക്ക് പോയി എന്ന് നമ്മൾ ജീവനോടുണ്ടാകുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളെ വാപ്പാരും വല്യാപ്പാരും ഉണ്ടാക്കിയ പള്ളിനെ കുറിച്ച് പറയരുത്. നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മരുമക്കൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മളാ ഉണ്ടാക്കേണ്ടി. അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാരവാഹികൾ നിങ്ങളെ വന്ന് കാണുകയോ നമ്മൾ അവരെ പോയി കാണുകയോ ചെയ്യണം. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാൻ, സംഗതികളെല്ലാം അള്ളാന്റെ പള്ളിയാണ്, നടക്കും. ഏത് കാര്യം പടച്ചോന്റെ കാര്യമായതുകൊണ്ട് നടക്കും. പക്ഷെ അതിൽ നമ്മൾക്കെന്തു ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടി. മിമ്പർ മൗലവി ഇല്ലേ, വേറെ മൗലവി ഈ പള്ളിക്ക് വന്നിട്ട് ഖുത്തുബ പറയും, ഖുത്തുബ മുടങ്ങൂല. ഇമാമ് ബോധം കെട്ട് വീണോ, ബാക്കിലിക്കണ ഇമാം മുന്നിൽ കയറും, ഒന്നാമത്തെ ഇമാമിന് ആശുപത്രി കൊണ്ടുപോകും. നിസ്കാരം മുടങ്ങൂല. കരണ്ട് പോയോ, ജനറേറ്റർ വെച്ച് പരിപാടി നടക്കും. സംഗതികൾ ഈ ദുനിയാവിൽ ഇങ്ങനെ നടക്കും. പക്ഷേ എനിക്ക് അതുകൊണ്ട് സ്വർഗം വാങ്ങാനുള്ള ഒരു അവസരം ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് കിട്ടുക. ഞാനതിൽ എന്റെ കുടുംബത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നത് നാം വഖഫ് ചെയ്യണം. പടച്ചോ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ നീയത്ത് വെച്ച് നമ്മൾ കൊടുക്കണം. ഞാൻ സഹോദരിമാരോട് കൂടി പറയാൻ, എന്താണ് ഇതിന്റെ പുണ്യം? പള്ളിയുമായി ബന്ധപ്പെട്ടതായിട്ട് പറയാൻ, ഒന്നാമത്തെ പുണ്യം ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന. നമ്മുടെ സമ്പത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പൈസ കൊടുത്താൽ ഫസ്റ്റ് പ്രതിഫലം നമ്മുടെ പേരിൽ പടച്ചോൻ സ്വർഗത്തിലൊരു വീട് അള്ളാഹുവോടെ നിർമ്മിച്ചേക്കും. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബസമേതം താമസിക്കാൻ പടച്ചോന്റെ പേരിൽ, പടച്ചവന്റെ പേരിൽ, അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയവൻ അള്ളാഹ് പരലോകത്ത് നമ്മുടെ പേരിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയേക്കും. ഒന്നാമത്തെ കൂലി. രണ്ടാമത്തത്, മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോലും അറ്റുണ്ടാവില്ല. ഈ പള്ളിയിലിതാ എന്റെ വ്യക്തിപരമായ അറിവ് പ്രകാരം ഏകദേശം 1000, ചിലപ്പോൾ അതിന്റെ മുകളിൽ 2 നിലകളും സഹോദരിമാരുമായിട്ട് ഓരോ വെള്ളിയാഴ്ചയും വരില്ലേ, ഈ 1000 ആളുകൾ ചെയ്യുന്ന സുജൂദിന്റെ റുക്കൂഇന്റെ നിസ്കരിക്കണിന്റെ കൂലി ഒരു പള്ളി നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യനും കിട്ടും, മരിച്ചാലും. സുബഹിക്ക് വരുന്ന 5 വക്ത് ജമാഅത്ത്, സുന്നത്ത് നിസ്കാരം, സുബഹി ക്ലാസ്, പള്ളിയിൽ നിന്ന് ഓതുന്ന ഖുർആന്, പള്ളിയിൽ നടക്കുന്ന ദാനധർമ്മം, ഈ പള്ളിയിൽ റമദാൻ നടക്കുന്ന ക്ലാസുകൾ, റമദാനിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട് ഈദ്ഗാഹുകൾ അവിടെ അല്ലെങ്കിൽ പള്ളിക്കെന്ന് നടക്കണ്. 1000, 2000 3000 ആൾക്കാർ ഒരുമിച്ച് കൂടിന്റെ കൂലി മൊത്തം സഹോദരങ്ങളെ നമ്മക്കല്ല തരാനുള്ള അവസരം നമ്മുടെ മുന്നിൽ തന്നേക്കാണ്. നമ്മള് ഉമ്മാരെ, വാപ്പാരെ, യുവാക്കളെ, പുതിയ കച്ചവടക്കാരെ, നല്ല ബിസിനസ് നടത്തുന്ന യുവാക്കളെ, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. നമ്മുടെ വാപ്പാരും നമ്മുടെ വല്യാപ്പാരും ഉണ്ടാക്കിയുമേ അതിന്റെ മുകളിൽ അഭിമാനത്തോടെ നമ്മുടെ മക്കളോട് പറയണം, നമ്മളുടെ കുടുംബത്തിന്റെ ഭാഗം കൂടി ഉണ്ടടാ, ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം സ്വീകരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും മനസ്സിൽ നിയ്യത്ത് വെക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യം ഈ വിഷയത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, മൻ ദല്ലദീ യഖ്റുല്ലാഹു ഖർളൻ ഹസന. അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറായവർ എത്ര ആളുകളുണ്ട്? ഒറ്റ ചോദ്യം പടച്ചോനുള്ളൂ. പടച്ചോന് കടം കൊടുക്കാൻ തയ്യാറായവർ എത്ര ആളുകളുണ്ട്? പടച്ചോന്റെ വീടിന് കൊടുക്കാൻ തയ്യാറായവ എത്ര ആളുകളുണ്ട്? അവന് ഞാൻ ഇരട്ടിയാക്കി കൊടുക്കും. വലഹു അജ്റുൻ കരീം. സ്വർഗത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ പ്രതിഫലവും നൽകും. ദുനിയാവിൽ ഞാൻ ഇരട്ടിയും കൊടുക്കും, സ്വർഗവും കൊടുക്കും. പടച്ചോന്റെ മാർഗത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അവിടെ നമ്മൾ അൻസാരികളെ പോലെ പറയണം, നഹൻ അൻസാറുല്ലാ, ഞങ്ങളുണ്ട് പടച്ചോനെ. ഞങ്ങളുടെ വാപ്പാര് പഠിപ്പിച്ചെന്നതാണ് ഞങ്ങൾക്ക് ഈ ദീന് തൗഹീദ് നിലനിർത്താൻ, അല്ലാഹു അക്ബർ മുഴങ്ങാൻ, ഹംദ് മുഴങ്ങാൻ, ഞങ്ങളുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് എത്തിക്കാഫിരിക്കാൻ, ഞങ്ങളുടെ നാട്ടിലെ പള്ളികൾ ഞങ്ങൾ ജീവിച്ചിരിക്കെ പടച്ചോനെ നിന്റെ വീടാണെങ്കിൽ അത് ഞങ്ങൾ വഴി നടപ്പിലാക്കും എന്ന് പറയാൻ ആര് മുന്നോട്ട് വരും എന്നതാണ് ചോദ്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് സ്വർഗം ലഭ്യമാകുന്ന, നരകമോചനം ലഭിക്കുന്ന, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാനും
അതുവഴി പുണ്യം ലഭിക്കുവാനും ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ഈമാനോടെ ഇഖ്ലാസോടെ പൂർത്തീകരിക്കാനുള്ള തഖ്വയും ഔദാര്യബോധവും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമയത്ത് ശൈത്വാൻ മനസ്സിലുണ്ടാക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് മറികടക്കാനുള്ള ഈമാനും തഖ്വയും നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നമസ്കരിക്കാനും ആരാധനകൾ ചെയ്യുവാനും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ വല്ലിപ്പമാർ, ഞങ്ങളുടെ ഉപ്പമാർ, നാഥാ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളെ ചെറുപ്പത്തിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥാ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ നാഥാ നീ ഞങ്ങൾക്ക് കൺകുളിർമയാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ.